ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുശീല പറഞ്ഞ വാക്കുകൾ കേട്ട് ഇന്ദു പൊട്ടിക്കരഞ്ഞോട്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഗോകുൽ അവിടെ ഉണ്ടാവും. അങ്ങനെ ഗോകുൽ ചോദിക്കുകയാണ്, എന്താ മോളെ നീ കരയുന്നത്, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഏട്ടാ എന്ന് പറഞ്ഞ് വീണ്ടും പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സച്ചിയും സാവിത്രിയും അവിടേക്ക് വരികയാണ്. എന്നിട്ട് എന്താ അമ്മ, എന്തിനാണ് ഇന്ദു മോള് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ സുശീലയെ അമ്പലത്തിൽ വെച്ച് കണ്ടു എന്ന് പറയാട്ടോ. അപ്പോഴത്തേക്കും എന്താ മോളെ, എന്താണ് കാര്യം എന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഏട്ടാ എന്നും പറഞ്ഞ് എൻ്റെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഗോകുൽ വീണ്ടും ചോദിക്കുകയാണ് സച്ചിയോടും സാവിത്രിയോടും, എന്താ അമ്മേ, എന്താ അച്ഛ, എന്തിനാണ് ഇന്ദുമോള് കരയുന്നത്, എന്താണ് സുശീല ആൻറ്റി അമ്പലത്തിൽ വെച്ച് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ മോള് തന്നെ നിന്നോട് വിശദമായി പറയും, നീ പോയി ചോദിച്ചേക്ക് എന്ന് പറയാട്ടോ. അങ്ങനെ ഗോകുൽ ഇന്ദുവിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് മന്ദാകിനിയും മഹേഷും വരികയാണ്. എന്താ സച്ചി, നിങ്ങൾ അമ്പലത്തിലേക്ക് പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് മന്ദാകിനി പറയാണ്, ഇന്ദുമോളുടെ കാര്യത്തിന് എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ടാകാൻ ഞങ്ങൾ ചെയ്തതുപോലെ നിങ്ങൾ അമ്പലത്തിൽ പോയി ഒരു വഴിപാടും പൂജയൊക്കെ നടത്തിയേക്ക്. അങ്ങനെ ആവുമ്പോൾ മഹേഷിന്റെ പ്രശ്നങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ടാണ് പൂജയും വഴിപാടൊക്കെ നടത്തിയത്. അതുപോലെ ഇന്ദുമോൾക്കും ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന് പറയും. സച്ചിയും സാവിത്രിയും ഒന്നും മിണ്ടാതെ കേട്ടോണ്ട് നിൽക്കാണ്. അപ്പോൾ മഹേഷ് പറയണേ, എന്താണ് ഞങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയണേ, നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ച് ഞാൻ ഇന്ദുവുമായിട്ട് സംസാരിച്ചു. പക്ഷേ ഇന്ദുവിന് നിങ്ങളുമായിട്ടുള്ള കല്യാണത്തിന്, മഹേഷുമായിട്ടുള്ള കല്യാണത്തിന് താല്പര്യമില്ല. അവൾ മഹേഷിനെ കാണുന്നത് ഗോകുലിനെ കാണുന്നത് പോലെ തന്നെയാണ്. സ്വന്തം സഹോദരനായിട്ടാണ് മഹേഷിനെ കാണുന്നത്. അത് ഈ ബന്ധം നടക്കില്ല എന്ന് പറയട്ടോ. അപ്പോൾ സച്ചിയും സാവിത്രിയും അക്കാര്യം പറഞ്ഞപ്പോൾ മന്ദാകിനിക്കും മഹേഷിനും അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ സച്ചി പറയാണ്, നീ ഒരു മാട്രിമോണി ഡീറ്റെയിൽസ് ഇട്ടേക്ക്, ഉറപ്പായും നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാൻ നിനക്ക് കിട്ടുമെന്ന് പറയട്ടോ. അങ്ങനെ മന്ദാകിനിയും മഹേഷും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവർ പോവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ മഹേഷിനോട് പറയണേ, എന്നാൽ നമുക്ക് പോവാം മോനെ, ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി സച്ചിയുടെ വീട്ടിൽ നിന്ന് പോവുകയാണ്. പിന്നീട് സത്യനും ശ്യാമും കൂടി മാഷിനെ കണ്ട് ശേഷം സംസാരിക്കുകയാണ് കേട്ടോ. മാഷിൻ്റെയും അനുചേച്ചിയുടെയും ഔദാര്യം കൊണ്ട് ഇന്ദ്രേട്ടനിപ്പോൾ വിഷു കഴിയുന്നത് വരെ ആ കട കിട്ടും. പക്ഷേ അതിൻ്റെ മുന്നേ അവർ ഒരു നടപടി എടുക്കാത്തത് കൊണ്ട് തന്നെ ഇന്ദ്രേട്ടൻ വലിയൊരു കടബാധ്യതയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ ഇന്ദ്രേട്ടൻ വിഷു കഴിഞ്ഞാലും എന്തു ചെയ്യും, ഇന്ദ്രേട്ടൻ ആ കട വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. പിന്നെ അനുചേച്ചി എന്ത് തീരുമാനമെടുത്താലും നമുക്കൊന്നും ചെയ്യാനും കഴിയില്ല എന്ന് പറയണേ. അങ്ങനെ ശ്യാമ പറയണേ, നമുക്കെന്തായാലും സുശീല ആൻറ്റിയോട് അനുചേച്ചിയും മാഷും കൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത കാര്യം പറയണം. അനുചേച്ചിയുടെ ഔദാര്യം കൊണ്ടാണ് ഇന്ദ്രേട്ടന് വിഷു കഴിയുന്നത് വരെ ആ കട നോക്കി നടത്താൻ കഴിയുക എന്നുള്ളത് എന്തായാലും സുശീല ആൻറ്റിയെ അറിയിക്കണം. എപ്പോഴെങ്കിലും സുശീല ആൻറ്റിയുടെ മനസ്സിലൊരു മാറ്റം വന്നെങ്കിലോ എന്ന് പറയുമ്പോൾ സത്യം പറയണേ, എന്താ ശ്യാമേ നിനക്ക്, അമ്മയുടെ മനസ്സിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അമ്മയ്ക്ക് അതിൻ്റെ പേരിൽ വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനാണ് അമ്മ നോക്കുകയുള്ളൂ. അതുകൊണ്ട് അമ്മയെ ഇതൊന്നും അറിയിക്കേണ്ടതില്ല എന്ന് പറയട്ടെ. അങ്ങനെ അവർ സംസാരിക്കുന്ന ആ സമയത്താണ് അവിടേക്ക് ഗോകുൽ വരുന്നത്. സത്യനും ശ്യാമും ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗോകുലിനോട് ചായ വേണോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ട, ഞാൻ സത്യനെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ നിങ്ങളുടെ ട്രാവൽസിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങളെ ഞാനിപ്പോൾ ഇവിടെ വെച്ച് കണ്ടത് എന്ന് പറയട്ടോ. അപ്പോൾ സത്യൻ ചോദിക്കാൻ, എന്താ ഗോകുൽ, ട്രാവൽസിൽ വല്ല ആവശ്യവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതിനൊന്നുമല്ല, ഞാൻ പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാൻ വന്നതാണ്. അത് കേട്ടപ്പോൾ ശ്യാം അവിടെ നിന്ന് മാറി നിൽക്കാൻ നിൽക്കുമ്പോൾ ഗോകുൽ പറയണേ, ശ്യാമ പോവുകയൊന്നും വേണ്ട, ശ്യാമ കൂടി കേൾക്കേണ്ട കാര്യമാണ്. എൻ്റെ അനിയത്തി ഇന്ദുവിൻ്റെ സങ്കടം സഹിക്കാൻ കഴിയാതെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. നിങ്ങളുടെ അമ്മ കാരണം എൻ്റെ ഇന്ദുവിന് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന് പറയുമ്പോൾ, എന്താ ഗോകുൽ, എന്താണ്, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് സത്യം ചോദിക്കുമ്പോൾ വിശദമായിട്ട് തന്നെ ഗോകുൽ പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ ഇന്ദു കാരണം നീയും നിൻ്റെ പ്രതിഭയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിങ്ങളന്ന് മൂന്നാറിലേക്ക് പോയിട്ട് നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു വന്നത് എൻ്റെ ഇന്ദു കാരണമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താ ഗോകുൽ നീ ഈ പറയുന്നത് എന്ന് ചോദിക്കാട്ടോ. നിൻ്റെ അമ്മയാണ് ഇക്കാര്യം ഇന്ദുവിനോട് സംസാരിച്ച് അമ്പലത്തിൽ വെച്ച് നിൻ്റെ അമ്മ എന്തെല്ലാമാണ് ഇന്ദുവിനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് വീണ്ടും സത്യനെ വേണമെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതി. സത്യം പറയണേ, ഞാനായിട്ടാണ് ഇന്ദുവിനെ വേണ്ട എന്നുള്ളത് തീരുമാനിച്ചത്. ഇന്ദുവിൻ്റെയും നിങ്ങളുടെയും ഒക്കെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ദുവിനെ വേണ്ട എന്ന് തീരുമാനിച്ചത്. ഞാൻ ഇന്ദുവിനെ കാണുന്നത് എൻ്റെ സഹോദരിയുടെ സ്ഥാനത്താണ്. അയ്യോടെ ഇക്കാര്യം ഞാൻ സംസാരിച്ചോണ്ട് എന്ന് പറയുമ്പോൾ ഓല് പറയണേ, എൻ്റെ ഇന്ദു ഞങ്ങളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്താണെന്നോ സത്യ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ, ഞാൻ കാരണം നിങ്ങൾ എല്ലാവരും നാണം കെടുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ അങ്ങ് തീർത്തോളാം എന്നൊക്കെയാണ് അവൾ പറയുന്നത്. ഇനി മേലിൽ സുശീല ആൻറ്റി എൻ്റെ അനിയത്തിയെ ഇങ്ങനെ അപമാനിക്കാനാണ് ഒരുങ്ങുന്നതെങ്കിൽ പിന്നെ എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് പോലും അറിയില്ല. സുശീല ആൻറ്റി കുറേ കാലമായി എന്നെയും എൻ്റെ അനിയത്തിയെയും എൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ അപമാനിക്കാൻ തുടങ്ങിയിട്ട് ആ ശല്യം
എല്ലാവരെയും ഇല്ലാതാക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ നിങ്ങളെയൊക്കെ ഓർത്തിട്ടാണ്. അതുകൊണ്ട് ഇനി മേലിൽ സുശീല ആൻറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ വല്ല പ്രശ്നവും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒന്നും നോക്കില്ല സത്യ എന്ന് പറയട്ടോ. അങ്ങനെ ഗോകുലിൻ്റെ സംസാരത്തിൽ സത്യന് കാര്യം മനസ്സിലാവുകയാണ്. അമ്മയെ കൊണ്ട് വല്ലാത്തൊരു ശല്യമായല്ലോ, എന്തൊരു കഷ്ടമാണ്, അമ്മ എന്തിനാണ് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ സത്യനും ശ്യാമും നേരെ ദേഷ്യം പിടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അനുപമയും അമ്പിളിയും കൂടി സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ അമ്പിളിയുടെ വിഷമങ്ങളൊക്കെ അനുപമയോട് പറയുകയാണ്. അച്ഛൻ എപ്പോഴും എൻ്റെയും രഘുവേട്ടൻ്റെയും കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കുമ്പോഴും അലസതയോട് കൂടിയിട്ടാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. രഘുവേട്ടനും ഇതുവരെയും കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ജീവിച്ചിട്ടുള്ളൂ. നിങ്ങൾക്കൊക്കെ അമ്മ നഷ്ടപ്പെട്ട അന്നു മുതൽ ഞാനും അച്ഛനും കൂടിയാണ് നിങ്ങളെ നോക്കി വലുതാക്കിയത്. മുതൽ ഇന്ന് വരെയും നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതും നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാനും രഘുവേട്ടനും ചെയ്തു തന്നിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് 4 പേര് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ചേച്ചി എന്ന് പറഞ്ഞ് ഓടി വരാൻ ഞാനുണ്ടായിരുന്നു. നിങ്ങളെ അന്നു മുതൽ ഇന്ന് വരെയും ഞാൻ തന്നെയാണ് നോക്കി വളർത്തിയതും. ഇപ്പോഴും അമ്പിളിയുടെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല. അന്നും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വെച്ചു വിളമ്പാനാണ് അമ്പിളിക്ക് വിധിയുണ്ടായിട്ടുള്ളത്. ഇപ്പോഴും അത് തന്നെയാണ് അമ്പിളിക്ക് വേണ്ട ഒരു ജീവിതം. സ്വന്തമായി ഒരു വീടോ ഒന്നുമില്ലാതെ അമ്പിളി ഇപ്പോഴും അതുപോലെ തന്നെയാണ് ജീവിക്കുന്നത്. ഇനിയെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ നല്ലതുപോലെ നോക്കി വളർത്തണം. അതുകൊണ്ട് ഇനി അച്ഛൻ ഒരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാനും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ അനുവിന് അമ്പിളിയുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അമ്പിളി ചേച്ചി പറഞ്ഞതിലും കാര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാവാണ്. അങ്ങനെ ചേച്ചി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എന്തായാലും അച്ഛൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. ആ തീരുമാനം എന്തായാലും നല്ല ഒരു തീരുമാനം തന്നെ ആയിരിക്കും എന്നൊക്കെ പറയട്ടോ. അപ്പോൾ അമ്പിളി പറയണ എനിക്ക് മനസ്സിലാവാത്തത് ദയയും ശബരിയും എന്തിനാവും വന്നിട്ടുണ്ടാവുക. അവരുടെ വരവിൽ എന്തോ ഒരു കാര്യമുണ്ട്, അത് ഓർത്തിട്ടാണ് ഇപ്പോൾ എനിക്ക് ടെൻഷൻ ആകുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ അനു പറയണേ എന്തായാലും അച്ഛൻ വരട്ടെ, അച്ഛൻ ഇപ്പോൾ വരുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ പറയട്ടെ. അപ്പോഴാണ് അനന്തമാഷ് അവിടേക്ക് വരുന്നത്. അങ്ങനെ മാഷിനോട് കാര്യങ്ങളൊക്കെ ദയയും ശബരിയും കൂടി സംസാരിക്കുകയാണ്. ശബരിക്ക് വേണ്ടി 20 ലക്ഷം രൂപ ദയ അനന്തമാഷിനോട് ചോദിക്കുകയാണ്. അച്ഛൻ അന്ന് നന്ദുവിന് കൊടുക്കാൻ വേണ്ടി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന തുകയുടെ മുന്നേ അച്ഛൻ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ അന്ന് ശബരിയേട്ടനാണ് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞത്. അച്ഛൻ ഇപ്പോൾ ആ 20 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്നേ മതിയാവൂ, എങ്കിൽ മാത്രമാണ് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നന്ദുവിൻ്റെ പ്രശ്നം അന്ന് അച്ഛനായിട്ട് തീർക്കാൻ നിന്നതാണ്, പക്ഷേ ശബരിയേട്ടനാണ് അത് വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ ഇക്കാര്യത്തിൽ അച്ഛൻ ഉറപ്പായും ഞങ്ങൾക്ക് 20 ലക്ഷം രൂപ തന്നേ മതിയാവൂ എന്നൊക്കെ നല്ല സാമർത്ഥ്യത്തിൽ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് അമ്പിളിക്ക് കാര്യം മനസ്സിലാവുകയാണ്. അപ്പോൾ അമ്പിളിക്ക് ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടാണ് കേട്ടോ ദയയുടെ സംസാരം കേൾക്കുമ്പോൾ കേട്ടോണ്ട് നിൽക്കുന്നത്. ശബരി പറയുന്നുണ്ട്, എന്താ ദയ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നീ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടേക്ക് വരില്ലായിരുന്നു എന്ന് പറയുമ്പോൾ പറയണ്, ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? ശബരിയേട്ടൻ ഇതുവരെയും അച്ഛനോട് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. അന്ന് രഘുവേട്ടൻ്റെ കടം തീർക്കാൻ വേണ്ടി അച്ഛൻ 25 ലക്ഷം രൂപ കൊടുത്തില്ലേ, അത് കഴിഞ്ഞ് അനുചേച്ചിക്ക് ഈ വീട് വാങ്ങിച്ചു കൊടുത്തില്ലേ, ഇനിയിപ്പോൾ ബാക്കിയുള്ള തുക 20 ലക്ഷം രൂപയല്ലേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ, അതിൽ എന്ത് തെറ്റാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അമ്പിളിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ. അപ്പോൾ അമ്പിളി പറയണേ 25 ലക്ഷം രൂപ രഘുവേട്ടൻ്റെ കടം വീട്ടിയെന്നോ? രഘുവേട്ടൻ ഇതുവരെയും അധ്വാനിച്ചിട്ടുള്ളത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കുടുംബത്തിൽ വന്ന കടമാണ് അച്ഛൻ തീർത്തത്, അല്ലാതെ രഘുവേട്ടനായിട്ട് വരുത്തി വെച്ചതല്ല. എന്താ രഘുവേട്ടനാണോ അവനും വരുത്തി വെച്ചത്? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ രഘുവേട്ടൻ അധ്വാനിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടണ്ടോ. അപ്പോൾ അനന്തം മാഷ് പറയണ, മതി നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന എന്ന് അനന്തം മാഷും രഘുവും പറയണം കേട്ടോ. എന്നിട്ട് മാഷ് പറയണേ, തൽക്കാലം ശബരിയുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, 20 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് ഞാൻ അക്കൗണ്ടിൽ നിന്നും എടുത്തു തരാം, എന്നിട്ട് ശബരിയുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കോ. വിഷു കഴിഞ്ഞാലും ഇവരുടെ രഘുവിൻ്റെയും അമ്പിളിയുടെയും കാര്യത്തിൽ ഞാൻ തീരുമാനമെടുത്തോണ്ട് എന്ന് പറയട്ടോ. എന്താ രഘു, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ രഘു പറയണ, അത് തന്നെ മതി, അമ്മാവൻ്റെ തീരുമാനമാണ് ശരി, തൽക്കാലം ശബരിയുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, കമ്പനിയിലേക്ക് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇറക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ അമ്പിളി പറയണ, അല്ലെങ്കിലും അമ്മാവനും അനന്തരവനും സ്വന്തം കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിലും മറ്റുള്ളവരെ സഹായിക്കാനാണല്ലോ നടക്കാറുള്ളത് എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ചിട്ട് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലാൻ കേട്ടോ. എന്നിട്ട് ലച്ചുമോളെയും എടുത്ത് അവിടെ നിന്നും ഇറങ്ങുകയാണ്. മോളെ മതി, നമ്മളിവിടെ ഉളുപ്പില്ലാതെ ഇനി നിന്നിട്ട് കാര്യമില്ല, ഉളുപ്പില്ലാതെയാണ് ഓരോന്നും ചോദിച്ചത്, പക്ഷേ അതൊന്നും നടക്കാനും പോകുന്നില്ല, അതുകൊണ്ട് മോളെ ഞാൻ പൊന്നുപോലെ നോക്കും, ഞാൻ തൊഴിലുറപ്പിന് പോയാലും വേണ്ടില്ല, നിന്നെ ഞാൻ അന്തസ്സായിട്ട് തന്നെ വളർത്തും എന്നും പറഞ്ഞ് ലച്ചുമോളെയും എടുത്തുകൊണ്ട് ആ വീട്ടിൽ നിന്നും പോവുകയാണ് കേട്ടോ. അപ്പോൾ ദയയും അനുവും കൂടി തടയുകയാണ്. അമ്പിളി ചേച്ചി പോവല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രഘു പറയുന്നുണ്ട്, അമ്പിളി നീ മോളെ
മോളെയും കൂട്ടി എവിടേക്കാണ് ഈ പോകുന്നത്, നീ എന്താ ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്പിളി ഒരക്ഷരം പോലും മിണ്ടാതെ നേരെ റോട്ടിലേക്ക് മോളെയും എടുത്തുകൊണ്ട് ബാഗും എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ശബരി പറയുന്നുണ്ട്, തൽക്കാലം എനിക്കിപ്പോൾ പൈസയൊന്നും വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കമ്പനി മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് മാഷ് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അമ്പിളി പോകുന്ന സമയത്ത് ശബരിയും തടയുന്നുണ്ട്. അമ്പിളി ചേച്ചി പോവല്ലേ എന്ന് പറഞ്ഞ് തടയുമ്പോഴൊന്നും അമ്പിളി ഒന്നും കേൾക്കാതെ ഒന്നും മിണ്ടാതെ ആരോടും ഒരക്ഷരം പോലും പിന്നെ സംസാരിക്കാതെ നെയും എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ രഘുവും അനുവും ദയും കൂടി അമ്പിളി പോകുന്നത് നോക്കി നിൽക്കണം. ഇനി സത്യനും ശ്യാമും വീട്ടിലെത്തിയ ശേഷം സുശീലയുടെ മുന്നിലൊന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ. ഇന്ദുവിനോട് അമ്പലത്തിൽ വെച്ച് സുശീല സംസാരിച്ച എല്ലാ കാര്യവും സത്യൻ അറിഞ്ഞതുകൊണ്ട് ഇനി സുശീലയുടെ നേരെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് കേൾക്കുന്ന ഇന്ദ്രനും ആകങ്ങ് ഷോക്കാവുകയാണ്. ഈ അമ്മ എന്തിനുള്ള പുറപ്പാടാണെന്നും പറഞ്ഞ് ഇന്ദ്രനും സുശീലയുടെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട്. സുശീലയിലെ ആള് സുശീലയോട് ആര് ദേഷ്യപ്പെട്ടിട്ടും ഒരു കാര്യവുമില്ല, ഞാൻ ചെയ്യുന്നതും ഞാൻ പറയുന്നതുമാണ് ശരി എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സത്യനോടും ഇന്ദ്രനോടും സുശീല സംസാരിക്കുന്നത്. അങ്ങനെ പ്രതിഭയുടെ നേരെ സുശീല പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ സത്യൻ പറഞ്ഞ ആ വാക്കുകൾ പ്രതിഭയ്ക്ക് ഓർമ്മ വരികയാണ് കേട്ടോ. അങ്ങനെ പ്രതിഭ സുശീലയുടെ മുന്നിൽ വെച്ച് തന്നെ പ്രതികരിച്ചു തുടങ്ങുകയാണ്. അമ്മ തന്നെയല്ലേ പറഞ്ഞത്, ഇന്ദുവിനെയും അനുചേച്ചിയെയും ഒന്ന് സൂക്ഷിക്കണം, സത്യേട്ടനുമായി അവരെ കൂടുതൽ അടുപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞത് എന്നങ്ങ് പറയുമ്പോൾ സുശീല പെട്ടെന്നങ്ങ് പതറുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രൻ്റെ മുന്നിൽ വെച്ച് തന്നെ പ്രതിഭയെ അടിക്കാൻ വേണ്ടി കൈയോങ്ങുന്ന സമയത്ത് ഇന്ദ്രൻ ദേഷ്യപ്പെടുകയാണ്. അമ്മ ഇനി മരുമകളെ അടിച്ചു എന്നുള്ള കുറ്റം കൂടി ചെയ്തേക്ക്, ഇനി അതിൻ്റെ ഒരു കുറവ് കൂടിയേ ഉള്ളൂ, അമ്മ എന്തിൻ്റെ പുറപ്പാട്, അമ്മയ്ക്ക് എന്തിൻ്റെ കേടാണ് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ സുശീലയുടെ നേരെ ദേഷ്യപ്പെട്ടിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നത്.